ഇന്ന് നമുക്ക് ആംലയുടെ കാൻഡി ഉണ്ടാക്കാം. ആംലയുടെ കാൻഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 2 കിലോ ആംലയാണ് എടുത്തേക്കണേ. അത് നന്നായിട്ട് കഴുകി ഒരു കൊട്ടയ്ക്കകത്തേക്ക് വെച്ചേക്കുവാണ്. ഇനി ആ വെള്ളമൊക്കെ മാണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഒന്ന് തുടയ്ക്കാൻ വേണ്ടി ഒരു നല്ല തുണിയിലേക്ക് അതിട്ട് വെള്ളം നന്നായിട്ട് തുടയ്ക്കണം. ഇതൊരു സ്റ്റീമറിലേക്ക് ഇട്ട് നന്നായിട്ട് സ്റ്റീം കയറ്റണം. ഇതിപ്പോൾ ആംല എല്ലാം കഴുകി തുടച്ചിട്ട് ഞാൻ സ്റ്റീം കയറ്റാൻ വെച്ചേക്കുവാണ്. നമുക്കിനി ഇതൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. ഇച്ചിരി കാൻഡി റെഡി ആയോ എന്നൊന്ന് നോക്കാം. നന്നായിട്ട് ആവി വന്ന് കളറൊക്കെ മാറി നല്ല സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കാൻഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയെന്ന് മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കി പൊട്ടി ഇങ്ങനെ വന്നേക്കണുണ്ടോ? ശരി, അടുപ്പത്തുനിന്ന് വാങ്ങി ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ നിരത്തി വെച്ചേക്കുവാണ്. ഇതിനി നന്നായിട്ട് ചൂടാറുന്നവരെ അവിടെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഈ നെല്ലിക്ക ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ അടർത്തി ഇങ്ങനെ എടുക്കുക. അതോ നമ്മുടെ നെല്ലിക്കയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 കിലോ നെല്ലിക്ക. അപ്പം ഞാനൊരു 1.25 കിലോ പഞ്ചസാരയാണ് ഇതിന് വേണ്ടത്. ആദ്യം നമ്മൾ ഒരു ലെയർ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് വീണ്ടും നെല്ലിക്ക ഇടണം. ഒരു ലെയർ നെല്ലിക്ക ഇട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ പഞ്ചസാര. ഇപ്പം നമ്മൾ മൊത്തം പഞ്ചസാരയും നെല്ലിക്കയും കൂടെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ തന്നെ അലിഞ്ഞ് അത് അതിനകത്തേക്ക് പിടിച്ചു. ഇനി ഇതിലേക്ക് ഇപ്പോഴും ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ടോട്ടൽ നമുക്ക് 72 hours ഇത് വയ്ക്കണം. 3 ദിവസം ഇങ്ങനെ എടുത്ത് വെച്ച് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് മൂടി വെച്ചേക്കണം. ഇത് 2ാമത്തെ ദിവസമാണ്. നമ്മൾ അടിയിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കണം. ഇപ്പോൾ 72 മണിക്കൂർ കഴിഞ്ഞു. നമ്മളത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് വെള്ളം വാഴാൻ വേണ്ടി വയ്ക്കുകയാണ്. നെല്ലിക്കയിൽ നിന്ന് അതിനകത്തുള്ള ജ്യൂസൊക്കെ താഴെ വീണ് പോയി. നമ്മളത് പാത്രത്തിൽ നിരത്തണം. ഇതെല്ലാം ഉടങ്ങാൻ വേണ്ടി പ്ലേറ്റിൽ നിരത്തി കഴിഞ്ഞു. ഇത് വെയിലത്ത് നല്ല വെയിലാണെങ്കിൽ ഇച്ചിരി നല്ല വെയിലുള്ളിടത്ത് വെക്കണ്ട, ഇച്ചിരി വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ മതി. അതുകൊണ്ടൊന്നും മറച്ചിടുകയും ചെയ്യണം. ഇത് നമ്മൾ ആ ജ്യൂസാണ്. ആ ജ്യൂസ് നല്ല വിറ്റാമിൻ സിയും നന്നായിട്ടുള്ള ജ്യൂസാണ്. അതുകൊണ്ട് അത് കളയരുത്. അത് അരിച്ചെടുത്തിട്ട് ഇച്ചിരി തിക്ക് വന്നു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ ബോട്ടിൽ നിറച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അതിനകത്ത് 2 അല്ലെങ്കിൽ 3 സ്പൂൺ ചേർത്ത് നമ്മുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് ഐസൊക്കെ ഇട്ട് കുടിക്കാം. നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ഉണങ്ങി ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇതിനകത്തൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മോയ്സ്ചർ ഉണ്ടായിരുന്ന എല്ലാം പഞ്ചസാര പൊടിച്ച് ചേർത്തപ്പോൾ എല്ലാം ശരിയായി. ഇനി നമ്മളൊരു എയർടൈറ്റ് പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ട് ദിവസം നമുക്കിഷ്ടം പോലെ 1-2 പീസൊക്കെ എടുത്ത് കഴിക്കുക. ഇത് ഒത്തിരി നല്ലതാണ് ഹെൽത്തിന്. ഇതാണ് പഞ്ചസാര പൊടിച്ച് അതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കതൊരു ഉണങ്ങിയ കുപ്പിയിലാക്കി വയ്ക്കാം.